പുതുപ്പള്ളിയിൽ നടക്കുന്ന വികസന സദസ്സിന് മുന്നിൽ മഴയത്ത് കുത്തിയിരുന്ന് ചാണ്ടിയുമ്മന്റെ പ്രതിഷേധം. മിനി സിവിൽ സ്റ്റേഷൻ പദ്ധതിക്ക് അനുമതിയില്ലാതെ ഉമ്മൻചാണ്ടിയുടെ പേരും ചിത്രവും ഉപയോഗിച്ചതിലാണ് പ്രതിഷേധം. പണി പൂർത്തിയാവാത്ത മിനി സിവിൽ സ്റ്റേഷൻ പദ്ധതിക്ക് ഉമ്മൻചാണ്ടിയുടെ പേരിടുന്നത് രാഷ്ട്രീയ പാപ്പരത്തമാണെന്ന് ചാണ്ടിയുമ്മൻ പറഞ്ഞു. പണി പൂർത്തിയാവാത്ത മിനി സിവിൽ സ്റ്റേഷൻ പദ്ധതിക്ക് ഉമ്മൻചാണ്ടിയുടെ പേരിടുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. തർക്കത്തിനില്ല, പ്രതിഷേധം മാത്രമാണ് അറിയിക്കുന്നത്. പ്രതിഷേധം രേഖപ്പെടുത്തുക എന്നത് അനിവാര്യമാണ്. 5 വർഷമായി ഒന്നും ചെയ്യാത്ത കെട്ടിടമാണ് മിനി സിവിൽ സ്റ്റേഷൻ. അതിൽ പിതാവിന്റെ പേരിടുന്നത് അനുവദിക്കില്ലെന്നും ചാണ്ടിയുമ്മൻ പറഞ്ഞു. മിനി സിവിൽ സ്റ്റേഷൻ എത്ര രൂപ കൊടുത്തു, എന്തൊക്കെ പണി നടന്നു, നിങ്ങൾ ആ ബിൽഡിംഗ് മാത്രം നോക്കിയാൽ മതിയില്ല. അപ്പൊ അറിഞ്ഞുകൊണ്ട് ഇലക്ഷനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് നടത്തുന്ന ഒരു ശ്രമം 1. 2, അദ്ദേഹത്തെ അവമാനിക്കാനുള്ള ശ്രമം. കാരണം പണി പൂർത്തിയാക്കാത്ത ഒരു സ്ഥലത്തുകൊണ്ട് സിവിൽ സ്റ്റേഷൻ പൂർത്തിയാക്കിയെന്ന് പറഞ്ഞ് ഉദ്ഘാടനം നടത്തുക. ഫേസ് 2 ഫേസ് 1 ഒരു റൂം പോലും പൂർത്തിയായിട്ടില്ല. ഇതാണ് ഈ സർക്കാർ പുതുപ്പള്ളിയോട് കാണിക്കുന്ന അവഗണനയുടെ ഏറ്റവും വലിയ ഉദാഹരണം. ഇതൊരു തുടക്കം മാത്രം. നിരന്തരമായി 2.5 വർഷക്കാലമായി 2 വർഷം ഞാൻ MLA ആയ ദിവസം മുതൽ ഞാൻ കാണുന്ന കാര്യമാണ്. എന്റെ പിതാവിനോട് തന്നെ ചെയ്തു. നിങ്ങൾക്കറിയാം, പാമ്പാടിയിലെ നമ്മുടെ വില്ലേജ് ഓഫീസ്, ആ വില്ലേജ് ഓഫീസ് 2 മന്ത്രിമാർ വന്ന് എന്റെ പിതാവിന്റെ സാന്നിധ്യത്തിൽ കല്ലിട്ടതാണ്. ഒരു മന്ത്രി അധ്യക്ഷൻ, മറ്റേ മന്ത്രി ഉദ്ഘാടകൻ, എന്റെ പിതാവ് മുഖ്യ പ്രഭാഷകൻ. സാധാരണ MLA ആണ് അധ്യക്ഷനാവേണ്ടത്. അപ്പോൾ ഉറപ്പാക്കി 2 പേരെ കൊണ്ടുവരും. ഇവിടെ അങ്ങനെയാണ് ഒരു നിലപാട്. ഞാനുള്ളപ്പോഴും അതേ ഉള്ളപ്പോഴും. കാരണം എന്താ, MLAക്ക് അധ്യക്ഷ സ്ഥാനം കിട്ടുന്നത്. അതുകൊണ്ട് എന്ത് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അവർക്കൊരു സന്തോഷം കിട്ടുവാണെങ്കിൽ കിട്ടിക്കോട്ടെ. പക്ഷെ പോട്ടെ, ആര് വേണ അധ്യക്ഷനാകട്ടെ, ആര് ഉദ്ഘാടകനാകട്ടെ, ആ പണി എവിടെ എത്തി? ആ കല്ല് 2 വർഷം മുമ്പ് കണ്ടെത്തി. അന്ന് കല്ലിട്ടത് 2 വർഷം മുമ്പ് കളഞ്ഞു പോയത് കണ്ടെത്തി. ഞാൻ കഴിഞ്ഞ വർഷം, ഈ വർഷമല്ല, കഴിഞ്ഞ വർഷം അസംബ്ലി സൂചിപ്പിച്ചു. അപ്പം മന്ത്രി രാജൻ, CPI-ക്കാർക്ക് വല്ല വിലയില്ലാന്നറിയാം, എങ്കിൽ പോലും അതേ എഴുന്നേറ്റ് പറഞ്ഞു, ഉമ്മൻചാണ്ടിയുടെ സ്മരണ ഞങ്ങളുടെ മനസ്സിലുണ്ട്, ഞങ്ങളത് പൂർത്തിയാക്കുമെന്ന് പറഞ്ഞാണ്. എന്തായി? ഇപ്പോഴും ഒരു കല്ല് പോലും എടുത്തു വെച്ചിട്ടില്ല. ഇതാണ് ഈ സർക്കാർ പുതുപ്പള്ളിയോട് കാണിക്കുന്ന അവഗണന. ഇത് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. അതിനെതിരെ ഇനിയും സമരങ്ങളുണ്ടാകും. എത്ര അവഗണിച്ചാലും പുതുപ്പള്ളിക്ക് വേണ്ടി ഞങ്ങൾ വാദിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾക്ക് ഇവിടെ വികസനമാണ് വേണ്ടത്, അതിന് രാഷ്ട്രീയമില്ല. തൊട്ടപ്പുറത്ത് നിങ്ങൾ നോക്കിയേ, അടുത്തൊരു ബസ് സ്റ്റാൻഡ്. 1 വർഷം മുമ്പ് ഞാൻ വൈസ് പ്രസിഡന്റിനോട് ചോദിച്ചു, എപ്പോൾ തീരും? 2 ആഴ്ച. ഇപ്പോഴാണ് പണി തുടങ്ങുന്നത്. എന്നിട്ട് അതിന് ഉമ്മൻചാണ്ടി പേര് കൊടുക്കാതിരിക്കുക ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ തരത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന പ്രശ്നമില്ല. ഇതിനെതിരെ ശക്തമായ നിലപാടുമായിട്ടായിരിക്കും ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഒരു കാരണവശാലും ഫേസ് 2 ഉദ്ഘാടനം എന്നാണ് പറയുന്നത്. ഉമ്മൻചാണ്ടി സ്മാരക സിവിൽ സ്റ്റേഷൻ ഫസ്റ്റ് ഫേസ് എന്ത് ചെയ്യേ? ആ ഫസ്റ്റ് ഫേസിൽ ഒന്നുമില്ല. അവിടെ എന്റെ പിതാവ് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ കൊടുത്ത 1 കോടി അതിന്റെ പണി നടക്കുന്നുണ്ട്, കഴിഞ്ഞിട്ടുണ്ട്. അതല്ലാതെ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം 1 രൂപ പോലും കൊടുത്തിട്ടില്ല. ആ ബിൽഡിംഗ് പൂർത്തിയാകാതാണ് ഫേസ് 2 പോകുന്നത്. ഫേസ് 1 എന്ത് ചെയ്യുന്നുള്ള ചോദ്യം സർക്കാരിനോട് ഞാൻ ചോദിക്കുകയാണ്. ഈ മണ്ഡലത്തിനോട് കാണിക്കുന്ന അവഗണനയുടെ തുടർച്ചയാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് അംഗീകരിക്കുന്ന പ്രശ്നമില്ല. ഇതിനെതിരെ പ്രതികരണം ഉണ്ടായിരിക്കും. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, 2 വർഷമായി പുതുപ്പള്ളിയോട് കാണിക്കുന്ന അവഗണന ഞാൻ MLA ആയ ശേഷം ഞാൻ അറിയുന്നതാണ്. അതുകൊണ്ട് അതിനെതിരെ പ്രതികരിക്കാതിരിക്കാൻ സാധിക്കത്തില്ല എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ ഇത് നടക്കുന്നത്. അത് സ്ഥിരമുള്ള കാര്യമാണ്. ഉദ്ഘാടനം ഒഴിവാക്കിക്കോട്ടെ, ഞാൻ പറയട്ടെ, എന്നെ അധ്യക്ഷനുമാക്കണ്ട, എന്നെ വിളിക്കുകയും വേണ്ട. പക്ഷെ വർക്ക് നടക്കണം, ഡെവലപ്മെന്റ് നടക്കണം, നമ്മുടെ നാടിന്റെ വികസനം നടക്കണം. വികസനം വിട്ട് നടത്തുന്നുമില്ല, അതേസമയം പേര് വെക്കുകയും ചെയ്യും. എന്നെ ഈ വികസന സഹകരിക്കാനാണ് എന്റെ പേരും എന്റെ ഫോട്ടോയും വെച്ചിരിക്കുന്നത്. ഇത് അംഗീകരിക്കുന്ന പ്രശ്നമില്ല. ഈ തരത്തിൽ പുതുപ്പള്ളിയുടെ അവഗണന തുടർന്നാൽ അതിനെതിരെ പ്രതികരണം ഉണ്ടായിരിക്കും.